രാഷ്ട്രീയത്തിലെ സ്ഥാനമാന പോരുകൾക്കിടയിൽ ബലിയാടാവുകയാണ് നിരവധി പെൺകുട്ടികൾ. ഓരോന്നും അവസാനമാണെന്ന് കരുതും. എന്നാൽ ഓരോ ചേരിയുടെ ആരംഭം മാത്രമാണ് ഓരോ പ്രശ്നവും. കോൺഗ്രസും CPM-ഉം BJP-യും ഒക്കെ മത്സരിക്കുന്ന പൈശാചികതയുടെ മുഖമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക് മുന്നിൽ മണ്ണെന്നില്ല, മനുഷ്യനെന്നില്ല, പെണ്ണെന്നില്ല. എത്ര ഉദാഹരണങ്ങൾ നിരത്തി കാണിച്ചാലും ഇതിനൊന്നും അവസാനം ഉണ്ടാവുകയുമില്ല. 40 മിനിറ്റ് നീണ്ട പൈശാചികതയ്ക്കൊടുവിൽ ജീവച്ഛവമായ ഒരു പെൺകുട്ടി. അവളുടെ ശരീരം കീറി നുറുങ്ങിയിരുന്നു. ആന്തരാവയവങ്ങളടക്കം പുറത്തു വന്നു. എന്നിട്ടും അവൾ ജീവന് വേണ്ടി മല്ലടിച്ചു. ലോകം നിർഭയ എന്ന് പേരിട്ട് വിളിച്ച് ലോകത്താകമാനമുള്ള പെൺകുട്ടികൾക്കായി ജനം തെരുവിലിറങ്ങി. പ്രതിഷേധ ജ്വാലയുയർത്തിയ ഇന്ത്യൻ യുവത്വം അധികാര കേന്ദ്രങ്ങളെ അന്ന് പ്രകമ്പനം കൊള്ളിച്ചു. 7 വർഷം നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് ആ പൈശാചിക കൈകളെ അറുക്കാൻ രാജ്യത്തിന് കഴിഞ്ഞത്. ഇന്നിവിടെ വീണ്ടും ഒരു നിർഭയ പിറന്നിരിക്കുന്നു. നിർഭയ 2 എന്ന പേരിട്ട് വിളിച്ച് കൊല്ലപ്പെട്ട യുവ ഡോക്ടറുടെ മരണത്തിൽ നീതി നടപ്പിലാക്കാൻ രാജ്യം ഒന്നടങ്കം പ്രതിഷേധ മുഖത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. കൊടിയ പീഡനത്തിനാണ് ആ യുവ ഡോക്ടർ ഇരയായിരിക്കുന്നത്. ഒരു പെൺകുട്ടി സാധാരണ നിലയിൽ മരിച്ച ലാഘവമായിരുന്നു അധികാരികൾക്ക്. അന്വേഷണത്തിൽ പുരോഗതി കാണാതെ കേസ് CBIയെ ഏൽപ്പിക്കുന്നു. എന്നിട്ടും കേസിൽ ഇതുവരെ കാര്യമായ പുരോഗതി ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഈ കാരണത്താൽ തന്നെയാണ് രാജ്യം ഒന്നടങ്കം പ്രതിഷേധത്തിന് ഇറങ്ങുന്നത്. ഒരു സ്ത്രീക്ക് ഇത്തരത്തിൽ അതിദാരുണമായ സംഭവം നടന്നിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന മമതാ ബാനർജി അന്വേഷണത്തിൽ അലസത തന്നെയായിരുന്നു ആദ്യം മുതൽക്കേ കാണിച്ചത്. ഡോക്ടർമാരുടെ പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് അർദ്ധരാത്രിയിൽ ആശുപത്രി അക്രമികൾ അടിച്ചു തകർക്കാനെത്തുന്നത്. അക്രമത്തിന് പിന്നിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ഗുണ്ടകളാണെന്നും തെളിവ് നശിപ്പിക്കാനാണെന്നും BJP-യുടെ ആരോപണങ്ങൾ വാർത്തകളായി പടർന്നു. പോരാത്തതിന് സ്ത്രീകൾക്ക് വേണ്ട പ്രത്യേക സുരക്ഷകളെ പറ്റിയും ആനുകൂല്യങ്ങളെ പറ്റിയും സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി നടന്ന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തെടുത്ത് പറഞ്ഞിരുന്നു. മോദി തൃണമൂൽ കോൺഗ്രസിന് നൽകാതെ നൽകിയ ഒരു പ്രഹരം തന്നെയായിരുന്നു കൃത്യസമയത്തുള്ള പ്രഖ്യാപനങ്ങൾ. മമതയുടെ കാലിടറി തുടങ്ങിയെന്ന് മമതയ്ക്ക് തന്നെ ബോധ്യമായപ്പോൾ പ്രതികരണവുമായി രംഗത്തെത്തി. തന്റെ ആളുകളല്ല ആക്രമണത്തിനെത്തിയതെന്നും CPM-ഉം BJP-യും ചേർന്നാണ് ആശുപത്രി അടിച്ചു തകർത്തതെന്നുമാണ് മമത പറയുന്നത്. CPM-ന്റെയും BJP-യുടെയും കൊടികളുമായി എത്തിയവരാണ് ആശുപത്രിയിലേക്ക് അതിക്രമിച്ചു കയറി ആക്രമണം നടത്തിയതെന്നാണ് മമത പറഞ്ഞത്. മമത കാലുറപ്പിച്ചു നിന്ന മണ്ണ് ഒലിച്ചുപോയി തുടങ്ങിയിരിക്കുകയാണ്. CPM-ഉം BJP-യും ഒന്നിച്ചാണ് ആക്രമണം നടത്തിയതെന്ന്, അതും കൊടിയുമായെത്തി. ഇത്തരം ഒരു കേസിൽ അങ്ങനെ ആക്രമണം നടത്തുന്നവർ അവരുടെ ഐഡന്റിറ്റിയുമായി എത്തുമോ? മമതയ്ക്ക് പറ്റിയിരിക്കുന്ന മറ്റൊരു വീഴ്ച മമതാ ബാനർജിയുടെ ഗുണ്ടകളാണ് ആക്രമണത്തിന് പിന്നിലെന്ന പ്രചാരണങ്ങൾക്ക് ശേഷമാണ് മമത ഇത്തരത്തിലൊരു കണ്ടുപിടുത്തവുമായി എത്തിയത്. രാഷ്ട്രീയ കുടിലതന്ത്രങ്ങൾക്ക് ബലിയാടായിരിക്കുന്നത് ഒരു പെൺകുട്ടിയാണ്. രോഗം സൃഷ്ടിച്ച് മരുന്നു നൽകി മാന്യരാകുന്ന വൈദ്യന്റെ വേഷമാണ് ഓരോ രാഷ്ട്രീയക്കാരനും ഉള്ളത്. സംഭവത്തിന് പിന്നാലെ രാഷ്ട്രീയ ചേരിതിരിവുകളും പരസ്പരമുള്ള പഴിചാരലുകളും മാത്രമാണ് ഇത്ര ദിവസമായും നടന്നുകൊണ്ടിരിക്കുന്നത്. പിച്ച് ചീന്തപ്പെട്ട ആ പെൺകുട്ടിക്കുള്ള നീതിയല്ല ആർക്കും ആവശ്യം, അധികാരങ്ങൾ മാത്രമാണ്. മമതാ ബാനർജിയുടെ രാജിയാണ് ഇപ്പോൾ BJP-ക്ക് ആവശ്യം. CPM-നെയും BJP-യും ഒന്നിച്ചു കുറ്റപ്പെടുത്താൻ മമതയും മറന്നിട്ടില്ല. ഇന്ത്യയുടെ മുന്നേറ്റത്തിന് ഇന്ത്യക്കാരെല്ലാം ഒന്നിച്ചു മുന്നേറണമെന്ന് മോദി പറയുന്നതിനൊപ്പം പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്താൻ മോദിയും മറന്നില്ല. ഒന്നിനൊന്ന് വർദ്ധിക്കുന്ന പരസ്പരമുള്ള കുറ്റപ്പെടുത്തലുകളും പോർവിളികളും. ഇതിനൊക്കെ ഇരയാക്കപ്പെടുന്നത് പാവം ജനങ്ങളും. ജൂനിയർ ഡോക്ടർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ബംഗാളിൽ വിവിധയിടങ്ങളിൽ 3 പെൺകുട്ടികൾ കൂടി കൊല്ലപ്പെട്ടുവെന്നാണ് പുറത്തുവരുന്ന വിവരം. സ്ഥാനമാനങ്ങൾക്കുള്ള ഈ കൂട്ടത്തല്ലിൽ ഇനിയും എത്ര ജീവിതങ്ങൾ ബലി കൊടുക്കേണ്ടി വരും?